യെസ്, ന്യൂസ് മോർണിംഗ് ആദ്യം പോകുന്നതിന് നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോടതി വിധിയിലേക്കാണ്. തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിലാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിക്കും. വിവരങ്ങളുമായി സന്ത്വന സാജു ചേരുന്നുണ്ട്. സന്ത്വന, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത്. അതിൽ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത് കുടുംബത്തിലടക്കം പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമൊക്കെ കുടുംബം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ എന്ത് ശിക്ഷയായിരിക്കും ഇവർക്ക് നൽകുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള അവസാന അടവൊക്കെയാണ് പ്രതിഭാഗം പയറ്റി. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നറിയുന്നുണ്ട്. കേസ് എപ്പോൾ പരിഗണിക്കും സാന്ത്വന? ജൽസി, ഗുഡ് മോർണിംഗ്. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവങ്ങളിലൊന്നായിരുന്നു ഈ പാറശാല സ്വദേശിയായ ഷാരോൺ രാജിന്റെ വധക്കേസ്. 2022 ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ജൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വിധി എന്താകും എന്ന് ഇന്ന് പുറത്തു വരാൻ പോകുന്നത്. ഇന്നലെ തന്നെ കോടതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിരുന്നതാണ്. കുറ്റക്കാരിയാണ് എന്ന് പറയുകയും ചെയ്തു. ഗ്രീഷ്മയും ഒന്നാം പ്രതിയായ ഗ്രീഷ്മയും അതുപോലെ തന്നെ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ, അമ്മയുടെ സഹോദരനാണ് ഈ നിർമ്മൽ കുമാർ, ഈ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി ഇന്നലെ വിധിച്ചിരിക്കുന്നത്. നേരത്തെ ജിൽസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിന് നേരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളിലൊന്നും തന്നെ അവരുടെ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേർക്ക്, ഗ്രീഷ്മയ്ക്കും ഗ്രീഷ്മയുടെ അമ്മാവനും എന്തായിരിക്കും ശിക്ഷാവിധി ഉണ്ടാകുക എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. കാരണം അത്രത്തോളം ജനമനസാക്ഷികളെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ജിൽസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രായം ഒരു വലിയ ഘടകമാണ്. അവർക്ക് ഏതാണ്ട് 24 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രായം ഈ ഒരു വിധിയെ സ്വാധീനിക്കുക എന്ന് എല്ലാവരും തന്നെ ഉറ്റ് നോക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പ്രോസിക്യൂഷന് ഗ്രീഷ്മയുടെ മേൽ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊലപാതകം, അതുപോലെ തന്നെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ന് രാവിലെ 11 മണിക്കാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുക. ഇന്നലെ കുറ്റക്കാരിയാണ് എന്ന് 2.5 വർഷത്തിന് ശേഷം കോടതി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും ഇന്ന് വിധി എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. 2022 ആൺസുഹൃത്തായിരുന്ന ഈ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ ഈ കഷായത്തിൽ കളനാശിനി കലക്കി കൊടുത്തത്. ഈ മരിക്കുന്ന ആ സമയം വരെയും ഈ ഗ്രീഷ്മയാണ് ഇത്തരത്തിലൊരു സംഭവം ചെയ്തത്, അല്ലെങ്കിൽ തന്നോട് ഈ ക്രൂരത കാണിച്ചത് എന്ന് ഷാരോൺ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ അച്ഛനോടും ഒരു സുഹൃത്തിനോടും ഷാരോൺ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് പിന്നീട് ഗ്രീഷ്മയിലേക്ക് എത്തിയത്. ഗ്രീഷ്മയിലേക്കും ഗ്രീഷ്മയുടെ അമ്മയിലേക്കും പിന്നീട് അമ്മാവനിലേക്കും ഒക്കെ തന്നെയും എത്തിയത്. ഈ തെളിവ് നശിപ്പിക്കലും അതുപോലെ തന്നെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളാണ് അമ്മാവനായ നിർമ്മൽ കുമാറിന് മേൽ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ മരിക്കുന്ന ദിവസം പോലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ അവസാനമായി മരണമൊഴി നൽകുമ്പോൾ പോലും ഷാരോൺ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ അധികൃതരോട് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഈ അച്ഛനോടും അതുപോലെ തന്നെ സുഹൃത്തിനോടും നൽകിയിരുന്ന പറഞ്ഞ ഈ കാര്യമാണ് പിന്നീട് അന്വേഷണത്തിൽ ഗ്രീഷ്മയിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷമൊക്കെ ഗ്രീഷ്മ നൽകിയ മൊഴിയും ഒക്കെ തന്നെയും ഈ കേസിൽ വളരെ നിർണായകമായി തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് തന്നെ ആയാലും 2.5 വർഷത്തിന് ശേഷം ഷാരോൺ എന്ന ചെറുപ്പക്കാരന്റെ ഈ ഒരു മരണം, അല്ലെങ്കിൽ അത് ആ കൊലപാതകത്തിൽ ഇപ്പോൾ എന്താണ്, ഈ കൊലപാതകം ചെയ്ത ആളുകൾക്ക് എന്ത് കുറ്റമാണ് നൽകാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇന്ന് 11 മണിയോടുകൂടി തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ജൽസി പറഞ്ഞതുപോലെ തന്നെ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും വിധി എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ പ്രായം ഒരു ഘടകമാണ്. പക്ഷെ എന്നിരുന്നാലും പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പക്ഷെ എന്നിരുന്നാലും പ്രതിഭാഗം ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രായം മുൻപോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു വാദങ്ങളൊക്കെ തന്നെയായിരിക്കും അവതരിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്നലെ ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധുവിനെ ഈ ഒരു കേസിൽ നിന്ന് മാറ്റി നിർത്തിയത്, ഈ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. ഇന്നലെ പ്രായം ഒരു ഘടകമാകുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു പ്രായത്തിൽ, അതിലും ചെറിയ പ്രായത്തിലാണ്, അതായത് 2 വർഷം മുൻപ് ചെയ്ത ഒരു കുറ്റമാണ്, ആ ഒരു പ്രായത്തിൽ ഇത്ര
ആസൂത്രിതമായ ഒരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ പിന്നീട് ശിക്ഷയ്ക്ക് ആ പ്രായം ഒരു കാരണമാക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം അത്ര ആസൂത്രിതമായാണ് ആ കൊലപാതകം പ്ലാൻ ചെയ്തത് എന്നൊക്കെ നമ്മൾ വിശദമായി കേട്ടതാണ്. അപ്പോൾ അത്തരം വാദഗതികൾ കൂടി കോടതിയിൽ ഉന്നയിക്കും. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കമെന്നറിയുന്നു, അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ 2022 ജിൽസി പറഞ്ഞതുപോലെ തന്നെ 2022 ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് 21 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 22 വയസ്സ് മാത്രം, 21-22 വയസ്സാണ് ആ സമയത്ത് ഗ്രീഷ്മയ്ക്ക് പ്രായമുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ 2021 ഗ്രീഷ്മയും ഷാരൂണും തമ്മിൽ കാണുകയും അടുപ്പത്തിലാകുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നീട് 2022 ആയപ്പോഴേക്കും ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആൺസുഹൃത്തായ ഷാരൂണിനെ ഒഴിവാക്കണം എന്നൊരു ലക്ഷ്യമായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പല ശ്രമങ്ങളും ഗ്രീഷ്മ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഷാരൂൺ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് കൊലപാതകം എന്നൊരു ആസൂത്രിതമായ ഒരു നീക്കത്തിലേക്ക് ഗ്രീഷ്മ എത്തിയത്. അത് ഗ്രീഷ്മ മാത്രമായിരുന്നില്ല അതിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്നു. കാരണം ഗ്രീഷ്മയ്ക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുകയായിരുന്നില്ല. അമ്മയും അമ്മാവനും ഒക്കെ തന്നെയും ഇതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഈ എങ്ങനെ കൊലപാതകം നടത്തണം, പിന്നീട് അത് എങ്ങനെ മറച്ചു വെക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും ഗ്രീഷ്മയ്ക്ക് സഹായം ലഭിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മ ഇത്തരത്തിലൊരു ചെറുപ്പക്കാരന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പ്രായം, ജെൽസി പറഞ്ഞതുപോലെ തന്നെ പ്രായം ഒന്നിനും ഒരു ഘടകമല്ല. കാരണം ആ ഒരു പ്രായത്തിൽ അത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്താണ്, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന അത്രയും വലിയ ഒരു കുറ്റം ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ് അവർ. അതുകൊണ്ട് തന്നെ അതുമായി അത് കണക്കിലെടുത്തായിരിക്കും തീർച്ചയായിട്ടും ശിക്ഷ വിധി ഉണ്ടാകുക എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. ജിൽസി.